पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणम् बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चात् रावणकुम्भकर्णहननं एतद्धि रामायणम्। गजाननं भूतगणादिसेवितं कवित्वजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं। रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाഥാय സീതായ പദേ നമഃ. നമസ്കാരം, ഞാൻ സുനന്ദ ദീപക്, എറണാകുളം എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഇന്ന് ഞാൻ ചൊല്ലാൻ പോകുന്നത് രാമായണത്തിലെ സുന്ദരകാന്ഡത്തിലെ രാവണന്റെ ഇച്ഛാഭംഗം എന്ന ഭാഗത്തിലെ മണ്ഡോദരിയുടെ വാക്കുകളാണ്. ഇതിമിതില നൃപമതിമകൾ പുരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായൊരു ദശാനനൻ അതിചപല കരഭുവി കരാളം കരവാളമാശുഭൂപുത്രിയെ കൊല്ലുവാനോങ്ങിനാൻ. അതു പൊഴുതിലതികരുണയൊടുമയ തനൂജയും ആത്മഭർത്താരം പിടിച്ചടക്കിയിടിനാൽ. ഒഴികൊഴിക ദശവദന ശൃണു മമ വജോ ഭവാനൊല്ലാത കാര്യമോരായിക മൂഢപ്രഭോ. ത്യജമനുജ തരുണിയെ ഒരുടയവരുമെന്നിയെ ധീനയായി ദുഃഖിച്ച ദീവ കൃശാംഗിയായി പതിവിരഹ പരവശതയൊടുമിഹ പരാലയെ പാർത്തുപാതിവ്രത്യമാലംഭ്യരാഘവം. പകലിരവു നിശിചരികൾ പുരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നതുമിവൾ. ദുരിതമിതിലധികമിഹ നഹിനഹി സുദുർമതേ ദുഷ്കീർത്തി ചേരുമോ വീരപുംസാം വിഭോ. സുരതനുജ ദിതിജ ഭുജ കാപ്സരോ ഗന്ധർവ സുന്ദരീവർഗം നിനക്കു വശാഗതം. ദശമുഖനുമധിക ജളനാശു മണ്ഡോദരീത ക്ഷിണ്യവാക്കുകൾ കേട്ടു സലജ്ജനായി. എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിലെ രാവണൻ്റെ ഇച്ഛാഭംഗം എന്ന ഭാഗത്തെ കുറച്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അതായത് അശോകവനിയിൽ വളരെ വിഷമത്തോടെ ഇരുന്ന സീതാദേവിയെ അവസാനമായി ഒരിക്കൽ സംസാരിച്ച് നല്ല വാക്കുകളാൽ, മധുരമുള്ള വാക്കുകളാൽ കീഴ്പ്പെടുത്തി കളയാം, അവളുടെ തീരുമാനം മാറ്റാം എന്ന ഒരു പാഴ്മോഹത്തോടെ അങ്ങോട്ട് പോയ രാവണന് വളരെ ശക്തമായ എതിർപ്പാണ് സീതാദേവിയിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ രാവണൻ വളരെ ക്ഷുഭിതനായി സീതാദേവിയെ കൊല്ലാനെന്ന വണ്ണം വാളോങ്ങുന്നു. ഈ ഒരു കഥാസന്ദർഭമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ രാവണൻ്റെ ധർമ്മപത്നിയായ മണ്ഡോദരി അവിടേക്ക് എത്തുകയാണ്. മണ്ഡോദരിയാണ് രാവണനെ തടുക്കുന്നത്. മണ്ഡോദരി എന്ന കഥാപാത്രം രാമായണത്തിൽ ഒരുപാടൊന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് മണ്ഡോദരിയുടേത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രാവണപത്നിയായ മണ്ഡോദരിയെക്കുറിച്ചാണ്. മണ്ഡോദരിയുടെ ജനനത്തിനു പിന്നിൽ ഒരു വളരെ രസകരമായ കഥയുണ്ട്. നമ്മൾ അധികമൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു കഥ. അതായത് അസുരശില്പിയായ മായാസുരൻ്റെ മകളായിരുന്നു മണ്ഡോദരി. മായാസുരന് സ്വർഗലോകത്തിൽ ചെന്നപ്പോൾ ഹേമ എന്ന ഒരു സുന്ദരിയായ അപ്സരസ്ത്രീയെ കാണുകയും അവളിൽ ആകൃഷ്ടനായി അവളെ തൻ്റെ ഭാര്യയാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ ഇവർക്ക് മക്കളില്ലായിരുന്നു.
മക്കളില്ലാത്ത ദുഃഖത്തിൽ അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ കഴിഞ്ഞു പോരുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ മധുര എന്ന ഒരു അപ്സര സ്ത്രീ പരമശിവനിൽ ആകൃഷ്ടയായി കൈലാസത്തിൽ പരമശിവനെ കാണാൻ ചെന്നു. പോയതോ പാർവതീദേവി ഇല്ലാത്ത തക്കം നോക്കി. അതിസുന്ദരിയായ മധുര തൻ്റെ സൗന്ദര്യത്താൽ പരമശിവന്റെ ഹൃദയം കവർന്നെടുത്തു. അവർ ഒന്നിച്ചു. എന്നാൽ പാർവതീദേവി തിരിച്ചു വന്നപ്പോൾ ഈ കാര്യം അറിഞ്ഞു. പാർവതീദേവി വളരെയേറെ ക്ഷുഭിതയായി മധുരയെ ശപിച്ചു. ഒരു പൊട്ടക്കിണറ്റിൽ ഒരു തവളയായി, ഒരു മണ്ടൂകമായി നീ മാറട്ടെ എന്ന് പാർവതീദേവി മധുരയെ ശപിച്ചു. ശാപമോക്ഷത്തിനായി മധുര കേണു പറഞ്ഞെങ്കിലും പാർവതീദേവിയുടെ മനസ്സ് അലിഞ്ഞില്ല. എന്നാൽ പരമശിവന്റെ മനസ്സ് അത് കേട്ട് അല്പമെങ്കിലും അലിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കേണ്ട, 12 വർഷം നീ കിണറ്റിൽ ഒരു തവളയായി ജീവിക്കും. അതിനുശേഷം നീ ഒരു അതിസുന്ദരിയായ യുവതിയായി മാറും. മാത്രമല്ല, നീ വളരെ ശക്തനായ ഒരു പുരുഷനെ നീ വിവാഹം ചെയ്യുകയും ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ട് ശാപം ഏറ്റ മധുര ഒരു പൊട്ടക്കിണറ്റിൽ തവളയായി തൻ്റെ ദുർഗതി ഓർത്ത് വളരെ വർഷങ്ങൾ, 12 വർഷങ്ങൾ അവിടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരു ദിവസം, 12 വർഷങ്ങൾ കഴിയുന്ന ആ ദിവസം, പരമശിവൻ അനുഗ്രഹിച്ചതുപോലെ തന്നെ അവൾ അതിസുന്ദരിയായ ഒരു കുഞ്ഞു ബാലികയായി മാറി. അവളുടെ കരച്ചിൽ കിണറ്റിന് പുറത്തേക്ക് കേട്ടു. അത് മായാസുരൻ്റെയും ഹേമയുടെയും രാജ്യമായിരുന്നു. അവരുടെ കൊട്ടാരത്തിന് അരികിൽ തന്നെയായിരുന്നു ഈ പൊട്ടക്കിണർ. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഇവർ പോയി നോക്കിയപ്പോൾ അതിസുന്ദരിയായ മാലാഖ പോലെയുള്ള ഒരു കുഞ്ഞു പെൺകുട്ടിയാണ് അവർ അതിനകത്ത് കണ്ടത്. പരമശിവന്റെ അനുഗ്രഹത്താൽ തങ്ങൾക്ക് കിട്ടിയ ഒരു സന്താനമായി ആ കുഞ്ഞിനെ അവർ കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത് സ്വന്തം മകളായി വളരെ സ്നേഹത്തോടുകൂടി വളർത്തി വലുതാക്കി. വലുതായപ്പോൾ അവൾക്ക് അവർ മണ്ടോദരി എന്ന പേരുമിട്ടു. വലുതായി യുവതിയായി കഴിഞ്ഞപ്പോൾ ഒരിക്കൽ മായാസുരൻ്റെ കൊട്ടാരത്തിൽ ഒരു അതിഥി വന്നു. മറ്റാരുമല്ല, രാക്ഷസ രാജാവായ രാവണൻ. അതിസൗന്ദര്യമുള്ള മണ്ടോദരിയെ കണ്ട് അദ്ദേഹത്തിന് ഉടനെ തന്നെ അവളെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം വന്നു. അങ്ങനെ മായാസുരൻ്റെ മകൾ രാവണൻ്റെ ധർമ്മപത്നിയായി. കാലമേറെ കഴിഞ്ഞപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ ചെയ്തികളൊന്നും ശരിയല്ലെന്നും പലതും ധർമ്മത്തിനും നീതിക്കും നിരക്കാത്തതാണെന്നും മണ്ടോദരിക്ക് മനസ്സിലായി. അപ്പോഴൊക്കെ അവൾ തൻ്റെ എതിർപ്പും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനും കഴിവതും ശ്രമിച്ചു. അങ്ങനെ പല പ്രാവശ്യം ദുസ്വപ്നങ്ങളിൽ അവർക്ക് രാവണൻ്റെ വധം, താൻ വിധവയാകുന്നത് ഒക്കെ മുന്നേ അവർ അറിഞ്ഞിരുന്നുവെന്നും അവർ രാവണനെ ഓരോ തവണയും ഇത് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നുമാണ് പറയുന്നത്. പക്ഷേ രാവണൻ്റെ വിധി അതായിരുന്നിരിക്കണം. രാവണൻ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. സീതാദേവി അപഹരിച്ചു കൊണ്ടുവന്നപ്പോഴേ മണ്ടോദരി അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഇത് ശരിയല്ല, ഇത് അങ്ങേക്ക് നല്ലത് വരുത്താൻ പോകുന്നില്ല, അങ്ങയുടെ അവസാനമാണ് അങ്ങ് ക്ഷണിച്ചു വരുത്തുന്നത്. എന്തിനു പറയുന്നു, അവസാനം രാമബാണം ഏറ്റ് കിടക്കുമ്പോഴും താങ്കളുടെ ചെയ്തികളുടെ ഫലമാണല്ലോ താങ്കൾ അനുഭവിക്കുന്നത്. ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ടില്ലല്ലോ. പതിവ്രതയായ ഒരു ഭാര്യയായിരുന്നു മണ്ടോദരി. എത്രയൊക്കെ ദുഷ്ടനാണ് രാവണൻ എന്ന് പറഞ്ഞാലും പതിവ്രതയായ, തൻ്റെ ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഒരു സ്ത്രീ തന്നെയായിരുന്നു മണ്ടോദരി. അവർ രാവണൻ അരികിലിരുന്ന് ഏറെ വിലപിച്ചു എന്നാണ് രാമായണം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും ഈ സ്ത്രീരത്നം പഞ്ചകന്യകമാരിൽ ഒരാളെന്ന സ്ഥാനം തീർച്ചയായും അർഹിക്കുന്നു.
അതുകൊണ്ടാണ് ഇന്ന് മണ്ഡോദരിയുടെ കഥ തിരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.